മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു വരിക ഭഗീരഥ വീണ്ടും. മരിച്ചുകൊണ്ടിരിക്കുന്ന പരശതം പുണ്യനദികളുടെ തേങ്ങലുകൾ ഏറ്റുവാങ്ങി നദികൾക്കായുള്ള പ്രാർത്ഥന. കേരളത്തിലെ നദികളിൽ വലിപ്പം കൊണ്ട് 3-ാം സ്ഥാനത്തും പുണ്യം കൊണ്ട് പ്രഥമ സ്ഥാനത്തുമുള്ള പമ്പ. പരകോടി അയ്യപ്പന്മാർക്ക് പുണ്യം നൽകുന്ന പമ്പ ഇന്ത്യയിലെ വിഖ്യാതമായ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ സ്നാനഘട്ടം. ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മാരാമൻ ക്രിസ്ത്യൻ കൺവെൻഷനും കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംഗമമായ ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്തും ഒട്ടുവളരെ മത സാംസ്കാരിക സമ്മേളനങ്ങളുടെയും രംഗഭൂമി. ജലമേളകളുടെ ദൃശ്യവിസ്മയമൊരുക്കുന്ന ജലസാന്നിധ്യം മധ്യ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും സജീവമാക്കിയിരുന്ന പമ്പ ഇന്ന് മരണത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ പമ്പയുടെ ഒരു പ്രധാന ഭാഗവും അതിന്റെ കൈവഴിയായ വരട്ടാറും ഇന്ന് മൃതപ്രായമായി കഴിഞ്ഞിരിക്കുന്നു. പുഴയുടെ മരണം നാടിന്റെ മരണമാണ്. അത് കേരളത്തിന്റെ പെരുമയും പച്ചിപ്പും പ്രകൃതിയും നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ആരെയും അസ്വസ്ഥരാക്കുന്നു. ഈ നോവ് നെഞ്ചിലേറ്റിയ ചെങ്ങന്നൂർ ശ്രീനാരായണ കോളേജിലെ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മ ജനകീയ സഹകരണത്തോടെ പമ്പ വരട്ടാർ പുനരുദ്ധാരണ പദ്ധതി തയ്യാറാക്കാൻ മുന്നിട്ടിറങ്ങി. 2-3 ദശകങ്ങളായി ഇത് അന്തർധാനത്തിന്റെ വക്കിലാണ്. മനുഷ്യൻ ചെയ്ത ക്രൂരതകളുടെ ഫലമാണ് ഇന്ന് ഈ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. ഇതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു ദശകമായിട്ട് പല നടപടികൾ നടന്നിട്ടുണ്ട്. ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതുകൊണ്ടാണ് നാടും നഗരവും ഇളക്കിമറിച്ച് ഈ നദീതടത്തിലുള്ള 4 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പൽ ഏരിയയിലും നദീതട സർവേയും വസ്തുതാപഠന സർവേയും നടത്തി ലഭിക്കുന്ന അറിവുകൾ ഒരു റിപ്പോർട്ടാക്കി അത് വീണ്ടും വിദഗ്ധ സമിതിയുടെ പഠന വിധേയമാക്കി 1/1/2007 കേരള പിറവിയുടെ സുവർണ ജൂബിലിയുടെ സ്മാരകമായിട്ട് നാടിന് കാണിക്കയായിട്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ നൽകുന്നതാണ്. വിദ്യാഭ്യാസം കോളേജിൻ്റെ 4 ചുവരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അതേ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ അറിവും കുട്ടികളുടെ ചാലകശേഷിയും കൊണ്ട് സാമൂഹ്യ പരിവർത്തനം നടത്താമെന്നുമുള്ള തിരിച്ചറിവാണ് ഇതിൽ പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മയായ മദ്യമയക്കുമരുന്ന് ലഹരിക്കെതിരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ പോരാട്ടം ഞങ്ങൾക്കതിന് ആവേശം പകരുന്നു. പുഴയുടെ പുനർജീവന മന്ത്രവുമായി നാടും നഗരവും ഉണർത്തിയ ആ കൂട്ടായ്മയുടെ പൊരുളാണ് ഓരോ ഭഗീരഥ വീണ്ടും. അതെ, പമ്പ വരട്ടാറിന്റെ ഉണർത്തുപാട്ട്. ഓരോ ഭഗീരഥ വീണ്ടും എന്റെ പൈക്കന്നിന്നു നീർ കൊടുത്തിടാതെ എന്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ എന്റെ മണ്ണിരകൾക്കു ചാലു നൽകിയിടാതെ കുസൃതി കുരുന്നുകൾ ജലകേളിയാടാതെ കുപ്പി വളത്തരുണി മുങ്ങി നീരാടാതെ ആറ്റുവഞ്ചി കുഞ്ഞിനുമ്മ നൽകിയിടാതെ വയലുവാരങ്ങളിൽ കുളിരു കോരിയിടാതെ എന്തിനു പുഴയെന്ന പേരുമാത്രം. കഠിന തപസ്സുകൊണ്ട് ആകാശഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന ഭഗീരഥൻ ഇന്ന് തപസ്സല്ല വേണ്ടത്, തപസ്സിനേക്കാൾ പുണ്യമായ കർമ്മം. ഓരോ തുള്ളി ജലവും അമൂല്യമാണ്. ഓരോ ചെറു കർമ്മവും അർത്ഥവത്താണ്. ഈ തിരിച്ചറിവിൽ പലതുള്ളി പെരുവെള്ളം പലരായാൽ പെരുശക്തി എന്ന അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ചു. വരിക ഈ നാടിന്റെ നേരൊന്നറിയാൻ, വരിക ഈ നാട്ടിൽ കൂടൊരു യാത്ര. വരിക ഈ നാടിന്റെ ജീർണത കാണാൻ, വരിക ഈ നാടിന്റെ ജീർണത കാണാൻ, വരിക ഈ നാടിൽ കൂടൊരു യാത്ര.
പമ്പ വരട്ടാറിൻ്റെ മരണകാരണം കണ്ടെത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കണ്ടെത്തൽ മറ്റുള്ള നദികൾക്കും ബാധകമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ കൂടുതൽ ഉത്സുതരാക്കി. NSSും NCCയും അതുപോലെ ഞങ്ങളുടെ കോളേജ് യൂണിയനും ചേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. 10 ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മോഹൻ ശ്രീകുമാർ നിർവഹിച്ചു. പമ്പ വരട്ടാർ പുനരുദ്ധാരണ സർവേ നടത്തുന്നത് നമ്മുടെ ശ്രീനാരായണ കോളേജ് ചെങ്ങന്നൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂട്ടായുള്ള ഒരു യജ്ഞമാണ്. അപ്പോൾ ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടിയാണ് നമ്മൾ നീങ്ങുന്നത്. NCC NSS വളണ്ടിയേഴ്സ് ഉൾപ്പെട്ട സർവേ ടീമുകളെ സജ്ജരാക്കി. സർവേക്കാവശ്യമായ ജിയോഗ്രാഫിക് മാപ്പും നദീതട സർവേ മാപ്പും തയ്യാറാക്കി. സർവേ വളണ്ടിയേഴ്സിന് ജലസാക്ഷരത ക്ലാസ്, വസ്തുത പഠന സർവേ ക്ലാസ്, നദീതട സർവേ ക്ലാസ് എന്നിവ നൽകപ്പെട്ടു. നദീതടത്തിലുള്ള 4 പഞ്ചായത്തുകളിലും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലും യോഗങ്ങൾ ചേർന്ന് സഹായ സമിതികൾ രൂപീകരിച്ചു. ശ്രീനാരായണ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷമായി പ്രോഗ്രാം ഓഫീസറായി പ്രവർത്തിക്കുകയാണ്. ഈ വർഷം ഞങ്ങളുടെ പ്രധാന ഒരു പ്രോഗ്രാമായി ഏറ്റെടുത്തിരിക്കുന്നത് പമ്പ വരട്ടാർ സംരക്ഷണ യജ്ഞമാണ്. ഈ യജ്ഞത്തിന് ഞങ്ങളുടെ എല്ലാ വോളണ്ടിയേഴ്സും, ഏതാണ്ട് 125 വോളണ്ടിയേഴ്സ് ഞങ്ങൾക്കുണ്ട്, എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഈ യജ്ഞം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. 2006 ഡിസംബർ 9 സർവേ ഉദ്ഘാടനം. പുത്തൻകാവ് മുതൽ ഇടനാട് വഞ്ചിപ്പൊട്ടിൽ കടവ് വരെ ജലസാക്ഷരത ജാഥ. സാംസ്കാരിക തനിമയാർന്ന സ്വീകരണവുമായി ഇടനാട് പൗരസമിതി. നാടിന്റെ ഇച്ഛ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയും വ്യാപകമായിട്ടുള്ള സർവേ നടത്തിക്കൊണ്ട് ഇത് വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. യൂണിഫോം ധരിച്ച NCC വിദ്യാർത്ഥികൾ അറിയാം, ഇന്ത്യയുടെ കാവൽഭടന്മാരാകേണ്ടവരാണ്. നമ്മൾ ഇവിടെ ഇടനാടിന്റെ കാവൽഭടന്മാരാകുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള നേതാക്കന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പ്രവാഹമാണ്, ചെറുപ്പക്കാരുടെ പ്രവാഹമാണ്. പുത്തൻ പ്രതീക്ഷകളുടെ ദീപം തെളിയിച്ച് MLA. നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ദൗത്യം അത് പരിപൂർണമായ വിജയത്തിൽ അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന ASN കോളേജിലെ വിദ്യാർത്ഥികളെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർവേ കിറ്റ് ഏറ്റുവാങ്ങുവാൻ NSS വോളണ്ടിയർ ലീഡർ ലിജി സാമുവൽ. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്ത് NCC സീനിയർ അണ്ടർ ഓഫീസർ വാട്സൺ P. വർഗീസ്. നദീ സംരക്ഷണ പ്രതിജ്ഞ. ജലവും പരിസ്ഥിതിയും ഞങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടി സംരക്ഷിക്കാൻ ഞങ്ങളുടെ സർവശക്തിയും ശേഷിയും വിനിയോഗിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. നീരൊഴുക്കിനുള്ള 1000 മന്ത്രങ്ങളുമായി ഉദ്ഘാടന ശേഷം വാളണ്ടിയേഴ്സിനെ നദീതടത്തെങ്ങുമുള്ള പഞ്ചായത്തുകളിലും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലും വാഹനങ്ങളിൽ വിന്യസിച്ചു. സർവകൾ ആരംഭിച്ചു. നാടും നദീതടങ്ങളെങ്ങും ഉണർത്തിയ ആ കൂട്ടായ്മ പുഴയുടെ പുനർജീവന മോഹമായി. ഇത് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പഞ്ചായത്തിലെ ആറാട്ടുപുഴ പാലം. ഇവിടെ പമ്പ 2ആയി പിരിയുന്നു. കോയിപ്പുറം, ഓതറ, മംഗലം വഴി ഇടനാട് ചുറ്റുന്ന പ്രധാന ഭാഗം പഴയ പമ്പ എന്നറിയപ്പെടുന്നു. 4 കിലോമീറ്റർ നീളവും 120 മുതൽ 200 മീറ്റർ വരെ വീതിയും 10 മീറ്റർ ആഴവും ഉണ്ടായിരുന്നു പഴയ പമ്പയാണ് മരിച്ചു കിടക്കുന്ന പുഴയുടെ പ്രധാന ഭാഗം. ഇത് ആറാട്ടുപുഴ വഞ്ചിപ്പൊട്ടിൽ കടവ്. നൂറ്റാണ്ടുകളായി മധ്യ തിരുവിതാംകൂറിനെ സമ്പൽ സമൃദ്ധമാക്കിയിരുന്ന പമ്പ വരട്ടാറിന്റെ തുടക്കം ഇവിടെയാണ്. പതിറ്റാണ്ടുകളായി എക്കലടിഞ്ഞ് നദീമുഖം 4-5 മീറ്റർ ഉയർന്നു. അതോടൊപ്പം മണലൂറ്റ് മൂലം മാതൃനദീ തടം 5 മീറ്റർ താന്നു. അങ്ങനെ 500 മീറ്ററോളം വീതിയുള്ള നദീമുഖത്ത് 10 മീറ്റർ ഉയരത്തിൽ ഒരു മണൽമല രൂപം കൊണ്ടു. 4 വശവും പമ്പയാൽ ചുറ്റപ്പെട്ട ദ്വീപായിരുന്ന ഇടനാട്ടിലേക്കുള്ള സഞ്ചാരമാർഗം കടത്തും ഈ തൂക്കുപാലവും ആയിരുന്നു. ഇടനാട്ടിലേക്ക് വാഹന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി 1981 200 മീറ്റർ വീതിയുണ്ടായിരുന്ന നദിയെ തടഞ്ഞ് പണിത ഈ റോഡാണ് നദിയുടെ മരണകാരണമായത്. പമ്പാ നദിയുടെ പ്രധാന കൈവഴിയായ വരട്ടാറിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ നദിക്ക് കുറുകെ കോയിപ്പുറം പഞ്ചായത്തിലേക്ക് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഒരു ചപ്പാത്തി നിർമ്മിച്ചതോടുകൂടിയാണ് 15 കിലോമീറ്റർ വരുന്ന 200 മീറ്റർ വീതിയും വരുന്ന ഈ പുണ്യനദി വരട്ടാർ അന്തർധാനത്തിലായത്. നിരവധി പള്ളിയോടങ്ങൾ
അതുപോലെ തന്നെ 10,000-കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിൽ കൃഷിനാശം, അതുപോലെ തന്നെ കിണറുകളിലെ വെള്ളം വറ്റുക തുടങ്ങി ഞങ്ങൾ മഴക്കാലം കഴിയുന്നതോടെ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നു. വരട്ടാർ തിരിച്ചൊഴുകണം എന്നുള്ള ഒരാഗ്രഹം വർഷങ്ങളായി ഞങ്ങൾ വെച്ച് പുലർത്തുകയാണ്. ജലമേളയ്ക്ക് ചുണ്ടൻ വള്ളങ്ങൾ പോയിരുന്നത് ഇതുവഴിയായിരുന്നു. ഏറ്റവും വലിയ ജലഗതാഗതം തന്നെ ഈ ഭാഗത്തൂടെ ആയിരുന്നു അന്ന് നേരത്തെ നടന്നിട്ടുണ്ട്. വരും തലമുറയുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ ഈ നദിയുടെ പുനരുദ്ധാരണം അടിയന്തരവും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നദിക്കരയിൽ തന്നെ പള്ളിയോടങ്ങൾ എത്ര! മംഗലം, മഴുക്കീർ, മേപ്രം, ഇടനാട്, തലയാർ സർവം മറന്നുള്ള നാട്ടുകൂട്ടായ്മ ആയിരുന്നു. അതായിരുന്നു കാലം. ഇന്നതെല്ലാം ഓർമ്മകൾ മാത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേലൂർ പാലത്തിലാണ്. 1980 ഈ ചപ്പാത്തിന നിർജ്ജീവമായിട്ടുള്ള നദി നിർജ്ജീവാവസ്ഥയിലായതിനു ശേഷം 2004 പണിത പാലമാണിത്. നിർജ്ജീവമായിട്ടുള്ള ഈ നദിയിൽ 2004 പാലം പണിയാൻ കോടികൾ മുടക്കിയ സർക്കാർ അതിനും 24 വർഷം മുമ്പേ നദി വളരെ പ്രഭാവത്തോടെ ഒഴുകിയിരുന്ന കാലത്ത് വഞ്ചിപ്പോട്ടിക്കടവിൽ ചപ്പാത്തല്ല പാലം വേണമായിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ചേലൂർ പാലം. ഇവിടാണ് 20 വർഷത്തിന് മുമ്പ് ശിവരാത്രിക്ക് 3 ദിവസത്തെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി ഭയങ്കര പരിപാടിയായിരുന്നു രായും പകലും. ഇപ്പോഴതെല്ലാം നാമാവിശേഷമായി. ഈ മണല് എല്ലാം എടുത്ത് കിണറ്റിൽ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം വളരെ വളരെ പ്രയാസമാണ്. കിണർ ഇവിടെ തന്നെ ഇടിഞ്ഞു വീണ് കിടക്കുകയാണ് വെള്ളമില്ലാത്ത കാരണം. ചേലൂർ കുന്നേക്കാട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവും ആറാട്ടും അരങ്ങേറിയിരുന്നത് ഇവിടെയായിരുന്നു. 4 പാടും പമ്പയാൽ ചുറ്റപ്പെട്ട ഇടനാട് ഒരു പക്ഷി ആവാസ കേന്ദ്രമായിരുന്നു. ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലി മാസങ്ങളോളം ഇവിടെ താമസിച്ച് പക്ഷി ഗവേഷണം നടത്തിയിരുന്നു. മത്സ്യബന്ധനം, കൃഷി, കാലിവളർത്തൽ, ക്ഷീരവികസനം, ഇഷ്ടിക നിർമ്മാണം എന്നിവ ജീവിതോപാധികൾ ആയിരുന്നു. ഒരു നദീ വ്യവസ്ഥിതി അപ്രത്യക്ഷമായതിൻ്റെ പേരിൽ ഈ പ്രദേശവാസികൾ അതിൻ്റെ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുകയാണ്. വരട്ടാർ എന്നേക്കുമായി മൺമറഞ്ഞു. ഇതാണ് പ്രസിദ്ധമായ പഞ്ചവടി കയർ. 150 മീറ്റർ വീതിയിൽ എന്നും സമൃദ്ധമായ ജലസാന്നിധ്യം ആയിരുന്നു. ഇന്ന് ഡിസംബർ 9 വേനൽ 4-5 മാസം അകലെ നിൽക്കെ നദിയിലെ ഈ ജലസാന്നിധ്യം പോലും പൂവണ്ണാപ്പുഴ തോടുവഴി ഇവിടെ പതിക്കുന്ന PIP കനാൽ ജലം കൊണ്ടാണ്. നമ്മളേക്ക് പോകുന്ന പള്ളിയോടങ്ങൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പടിഞ്ഞാറ് നിന്നുള്ള വള്ളങ്ങളൊക്കെ തിരുവോണത്തിനും ഉത്തരരാജിക്കും എല്ലാം പോയിക്കൊണ്ടിരുന്നത് ഈ ആറ് വഴിയാണ്. എന്നാൽ അത്രയ്ക്ക് വീതിയും അതുപോലെ മണപ്പുറവും അതുപോലെ സുന്ദരവുമായിരുന്നു ഈ ആറ്. ഇപ്പോഴൊരു ഈ ചപ്പാത്ത് വന്നതിന് ശേഷമാണ് ഈ ആറിങ്ങനെ ചുരുങ്ങി ഈ ഇത്ര ഇതായിട്ട് ഇപ്പം മനുഷ്യനെ കുളിക്കാനോ എടുക്കാനോ ഒന്നും നോക്കാത്ത. അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് മണൽ വാരം. മനുഷ്യന്റെ മണ്ണിനോടുള്ള ഒടുങ്ങാത്ത ദുരയാണ് നദിയുടെ തകർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. നദീതടം ഏറെയും തീരവാസികൾ കയ്യേറിയിരിക്കുന്നു. പതിവ് സ്ഥലത്തിനോട് ചേർന്ന് അതിൻ്റെ സംരക്ഷണം എന്നോളം കുറച്ച് പുറമ്പോക്ക് സ്ഥലങ്ങൾ അതിനോടുണ്ട്. അവിടെ വന്ന് ഈ പുനരുദ്ധാരണങ്ങൾ നടപ്പാക്കാൻ വരുന്നത് അതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ആ പതിവ് സ്ഥലത്തോട് ചേർന്നുള്ള പുറമ്പോക്ക് സ്ഥലത്ത് വരട്ടാർ വെട്ടാനും പുനരുദ്ധാരണവുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. മറ്റിടങ്ങളിൽ അനധികൃത മണലൂറ്റാണ് നദിക്ക് വിനയായത്. വെള്ളപ്പൊക്കക്കെടുതികൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട്. വെള്ളം പൊങ്ങുന്ന കാലത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വെള്ളം ക്രമത്തിൽ കൂടുതൽ കളറുമ്പോൾ വീടിനകത്ത് വരെ കയറും. അതിപ്പോൾ ഈ മണലെല്ലാം വാരി നാശമായി കിടക്കുകയല്ലയോ. അങ്ങ് തോട് പോലായി. ഇത് വലിയ വിശാലം വീതി കിടന്ന ആറാ. അതിപ്പോൾ അങ്ങ് തോട് പോലായി. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കവിയൊന്നും കണ്ടു. വീതിയില്ലല്ലോ. അതുകൊണ്ടേ അങ്ങനെ പെട്ടെന്ന് കര കവിയുന്നുണ്ട്. അങ്ങനെ കര കയറി ഇപ്പോൾ വീടുകളിലും കയറുന്നുണ്ട്. ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കന്നാലി ഇറക്കുന്നതിനും മനുഷ്യൻ ഇറങ്ങുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അന്നേരം വണ്ടിയിട്ടുണ്ട് പോലീസുകാർ വരും. വന്നവരെത്തി നോക്കുമ്പോൾ അവരുടെ പാട്ടിന് പോയിക്കോളും. പണി അങ്ങ് അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുകയും ചെയ്യും. മണൽ വാരി കുഴി ഉണ്ടായ മനുഷ്യരെല്ലാം അതിനകത്ത് വീണ് ചത്തു പോവുക. 2-3 പേര് ചത്തിട്ടുണ്ട് മണൽ കുഴിയിൽ വീണതൊക്കെ. നല്ല ആറായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊന്ന് കുളിക്കുകയൊന്നും വേണ്ട. മേലെല്ലാം ചൊറിഞ്ഞു പോട്ട് അഴുക്ക് വെള്ളം കൊണ്ട്. ഇപ്പോൾ ആറ്റിലോട്ടൊന്നും ചെന്ന് കാണണം. എന്തോ ഒരു ഇതാണ്. ഞങ്ങളൊന്ന് കുളിക്കാൻ പോലും പോത്തു. വലിയ പ്രയാസമാണ് കുളിക്കാനൊക്കെ. മണൽ വാരുന്നതിന് പോലീസുകാർ വരുമ്പോൾ പിന്നെ പൈസ ഒക്കെ കൊടുത്ത് അവരവരുടെ പാട്ട് ഞങ്ങൾ കൂത്തി. നദീതടത്തിൽ തന്നെ എത്ര ക്ഷേത്രങ്ങളായിരുന്നു.